കണ്ടടി അവനും അവളും കൂടെ കറങ്ങുന്നത്. ഇതിനു മുന്നേ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ നടന്നതാണ്. അതിനുശേഷവും അതെല്ലാം കണ്ടിട്ട് നിൻ്റെ അച്ഛനും അമ്മയും അവളെ ഇങ്ങോട്ട് അയച്ചു വിടണമെങ്കിൽ അവരത്രയും തരം താഴ്ന്നവരെന്നല്ലേ അതിനർത്ഥം? പെൺമക്കളെ വളർത്തി വലുതാക്കിയിട്ട് അവരെ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരാണ് നിൻ്റെ അച്ഛനും അമ്മയും. നിന്നെ പ്രസവിച്ചത് നിന്നെ പോലെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ ഒരമ്മയാടി. ശരിക്കും നീയൊക്കെ ഗോവിന്ദൻ്റെ മകളാണോന്ന് അയാൾക്കൊരു ഉറപ്പും കാണത്തില്ല. നിൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയാത്തുള്ളൂ നിൻ്റെയൊക്കെ അച്ഛൻ ആരാണെന്ന് എന്ന് പറഞ്ഞ് വായിൽ നാക്കിട്ടില്ല. അപ്പത്തേക്കിനും നയനെ കൈപൊക്കി ഒറ്റ അടിയാണ് നമ്മുടെ അനാമികയ്ക്കിട്ട്. അപ്പോഴത്തേക്കിനും അനാമികയും കൈപൊക്കി നീ എന്നെ തല്ലി അല്ലേടെയും ചോദിച്ചിട്ട് തല്ലാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നയനെ തടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണ്ട എടി, എന്നെ തിരിച്ചതല്ല, നീ ആളായിട്ടില്ല. ലോകത്ത് ആരെ പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും, പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയെയും കൂടപ്പറപ്പുകളെയും പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനാമികനെ അങ്ങോട്ട് തള്ളി വിടും കേട്ടോ. അന്നേരത്തേക്കിന് അനാമിക പറയും ഇത് ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും. അപ്പം നമ്മുടെ നയന പറയും ഇത് ഞാനും വെറുതെ വിടത്തില്ല, ഒരുപാട് കോംപ്രമൈസ് നിൻ്റെ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ഒരു കോംപ്രമൈസിനും ഇല്ല. അത് മറ്റൊന്നും കൊണ്ട് ഓർത്തിട്ടല്ല, അനിയെ ഓർത്തിട്ടാണ്. എന്നിട്ടും അതൊക്കെ മനസ്സിലാകട്ടെ എൻ്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ നെഞ്ചത്ത് കയറിക്കൊണ്ടിരുന്നാലേ ഇനി കോംപ്രമൈസിനൊന്നും ഒരിക്കലും വരത്തില്ല. പിന്നീട് കാണിക്കാൻ നമ്മുടെ നയന നവ്യയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പം നവ്യ പറയുകയാണെ അച്ഛനും അമ്മേനെ അത്രയ്ക്ക് അധിക്ഷേപിച്ച സ്ഥിതിക്ക് അവൾക്ക് തടി മാത്രമല്ല നല്ലത് കൊടുക്കണമായിരുന്നു, നന്ദുവിനെ അങ്ങോട്ടേക്ക് വിളിക്കുകയും കൂടെ ചെയ്യണം. അതുതന്നെയല്ല അനിയും നന്ദു ഒന്നിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം ഉപദേശിച്ചുകൊണ്ടും ഇരിക്കുക. ആ സമയത്ത് അവൾ ചോരത്തിളപ്പ് കാണിക്കുകയാണെങ്കിൽ അവൾ അനുഭവിക്കണം. അച്ഛനും അമ്മേനെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അവളുടെ ദേഹത്ത് കൈ വെക്കേണ്ടി വന്നത്. അപ്പം നമ്മുടെ നവ്യ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും അവൾ അടങ്ങിയില്ല, നന്ദു അവിടെ വരിക തന്നെ വേണം, നീ അവിടെ ഉള്ളിടത്തോളം കാലം നന്ദുവിനെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അനിയും നന്ദുവും വീണ്ടും കാണാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയല്ലേ എന്നിങ്ങനെ നയന ചോദിക്കുക. നമ്മൾ ഇത്ര നാൾ അത് ചെയ്യാതെ നിന്നപ്പോൾ അവൾ കാണിച്ചത് ഇതല്ലേ, എന്നാൽ പിന്നെ അതങ്ങ് ചെയ്തു കൊടുക്കുക എന്നിങ്ങനെ നവ്യ പറയുവാണേ. നന്ദുവിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അനിയെ കണ്ടാലും വഴി വെച്ച് കണ്ടെന്നാലും ഒന്നും നിന്ന് സംസാരിക്കരുതെന്ന്. അനിയനാണെങ്കിൽ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ അനാമികയും പുറകെ ഉണ്ടാവും. അനിയും നന്ദു ഒന്നും ഒന്നിക്കാൻ പോകുന്നില്ല. എന്താണെങ്കിലും ഇന്ന് അവൾ കാണിച്ച അഹങ്കാരത്തിന് അവക്കിട്ട് ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ. നീ അങ്ങോട്ടേക്ക് പൊക്കോ, ഞാൻ അവളെ വിളിച്ചോളാം. അപ്പോൾ ചേച്ചി എന്താ പറയാൻ പോകുന്നതെന്ന് ചോദിക്കുക. അന്നേരം പറയും നമ്മളുടെ കയ്യിലൊരു തുറുപ്പ് ചീട്ടിരിക്കുമ്പോഴത്തേക്കിനും അവളാ പേടിക്കേണ്ടത്. അതിന് തയ്യാറാകാത്തവളെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റുള്ളൂ. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിലേ നിൻ്റെ ബാക്കി ഞാനും കൂടെ കൊടുത്തേനെ എന്നിങ്ങനെ നവ്യ പറയുവാണ്. അടികൊണ്ടൊക്കെ അവളുമായിട്ട് അവളുടെ അച്ഛനും അമ്മയുടെ അടുത്ത് പോട്ടെ, എന്നിട്ട് അവരത് അറിയട്ടെ. വഴി തെറ്റിച്ച മകളുടെ വിശേഷങ്ങൾ അവരും കൂടി അറിയട്ടെ. ശരിക്കും നമ്മുടെ അച്ഛനും അമ്മയല്ല, അവളുടെ അച്ഛനും അമ്മയാണ് വൃത്തികെട്ട മനസ്സുമായിട്ട് ജീവിക്കുന്നത്. അവളെ ഈ പരുവത്തിലാക്കിയത് അവളുടെ അച്ഛനും അമ്മയാണ്. നമ്മളുടെ അച്ഛനും അമ്മയും പറഞ്ഞത് അവളുടെ അച്ഛനും അമ്മയാണ് പറയേണ്ടത് എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട്.